നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. കഴിഞ്ഞ LDC റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നതിന് മുന്നേ ഓരോ ജില്ലകളിലും ലിസ്റ്റിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുമെന്നും കൃത്യമായ കട്ട് ഓഫ് സംബന്ധിച്ച കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങൾ സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വരെയും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ഓഫ് സംബന്ധിച്ച് ആദ്യ സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, 2025 ജനുവരിയിൽ 14 ജില്ലകളിലെയും ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച ആദ്യ കട്ട് ഓഫ് സംബന്ധിച്ച ആദ്യ സൂചന പ്രകാരമുള്ള വീഡിയോ കൂടിയാണിത്. ഇത് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. പലരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷത്തെ ആ ഒരു കട്ട് ഓഫ്, അതിന് അനുസൃതമായിട്ടുള്ള കട്ട് ഓഫ് ഒക്കെ തന്നെയാണ് ഇത്തവണ വരിക എന്നുള്ളതിനെ പറ്റിയൊക്കെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ജില്ലകളിലും കഴിഞ്ഞ തവണത്തെക്കാളും കട്ട് ഓഫ് കൂടുമെന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഉദാഹരണം പറയാം, തിരുവനന്തപുരം ജില്ല നിങ്ങൾ കുറിച്ചു വെച്ചോ. 70 മാർക്കിന് മേലെ അനവധി ഉദ്യോഗാർത്ഥികളുണ്ട്. എന്തിനു പറയണം, 80 മാർക്കിന് മേലെ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. ഇതിൽ തന്നെ പലർക്കും സ്പോർട്സ് കോട്ടയിലുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ മാർക്ക് ഇതിനോട് കൂട്ടുമ്പോഴേക്കും നല്ല രീതിയിൽ കൂടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം, എഴുത്ത് പരീക്ഷയിൽ 80 മാർക്കിന് മേലെ കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ള ജില്ല തിരുവനന്തപുരമാണ്. 70 മാർക്കിന് മേലെ എത്ര കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതിലപ്പുറമാണ്. തിരുവനന്തപുരത്തെ ഒരു കട്ട് ഓഫ് സംബന്ധിച്ച ആദ്യ സൂചന പ്രകാരം ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നും അതിനനുസരിച്ചുള്ള പൊങ്കാലയ്ക്കും ചീത്തകളിക്കും താഴെ കമന്റ് ബോക്സ് കൊണ്ട് നിറയും. തിരുവനന്തപുരം ജില്ലാ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ താഴെ മെസ്സേജ് ചെയ്യുക. 70 മേലെ എത്ര ഉദ്യോഗാർത്ഥികൾ കാണുമെന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഉത്തരം ഞാൻ അവിടെ തരുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യ സൂചനയുടെ ആ ഒരു ആധികാരികത കൂടി ഉറപ്പാക്കിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എംഫേവർ കേരള PSC എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക. നമ്മുടെ ചാനലിൽ 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളുണ്ട്. അവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. ജില്ല തിരിച്ചുള്ള കണക്കുകൾ അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സൂചന പ്രകാരമാണ്, അല്ലെങ്കിൽ വെറും ഒരു വേഗമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരിഷ്കരിച്ച ചോദ്യ രീതികൾക്ക് അനുസൃതമായി ഒറ്റത്തവണ പരീക്ഷ എഴുതുകയും പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ കിട്ടിയ മാർക്കിൽ നിന്നും ശരാശരി 4 മുതൽ 7 മാർക്ക് വരെ പല ഉദ്യോഗാർത്ഥികൾക്കും കുറഞ്ഞിട്ടുമുണ്ട്. അതിന് പ്രധാന കാരണം നമ്പർ ഓഫ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായി എന്നുള്ളത് കൊണ്ടും അവരുടേതായിട്ടുള്ള ചില തെറ്റുകളൊക്കെ കൊണ്ട് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയ്ക്ക് വലിയൊരു ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല PSCകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഉദാഹരണം തിരുവനന്തപുരം തന്നെ എടുക്കാം. 1000 പേർക്ക് മെയിൻ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കുറയാത്ത ഉദ്യോഗാർത്ഥികളെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും, അല്ലെ? അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിൽ എങ്ങനെയാ? തിരുവനന്തപുരം പോലെ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ജില്ലകളല്ലല്ലോ മറ്റ് വടക്കോട്ടുള്ള ജില്ലകളിൽ പലതും. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പരീക്ഷ എഴുതി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഓൺലൈനിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കാണുന്ന ഉദ്യോഗാർത്ഥികളല്ല, അതിന് പുറത്തുള്ള നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഇതിലൊന്നും ഇടപെടാതെ നന്നായിട്ട് പഠിച്ചെഴുതി മാർക്കും നേടിയെടുത്ത് അവർ പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച മാർക്ക് മതിയാകുമോ, കട്ട് ഓഫ് കടന്നു വരാൻ മതിയാകുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. അവര് ലിസ്റ്റ് വന്നാൽ കൂടിയിട്ടും ജോലി കിട്ടുന്നത് വരേക്കും, ഏതാണ് വകുപ്പ് എന്നറിയുന്നത് വരേക്കും അവര് ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചോളണം. പലരും നിങ്ങളെ മുന്നേക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. 55, 57 ആ ഒരു റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരുമെന്നൊക്കെ പല ഇടങ്ങളിലും പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരമൊക്കെ 60, 65 തിരുവനന്തപുരത്തിന്റെ കാര്യം നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സേഫ് ആണോ, നിങ്ങളുടെ ജില്ലയും നിങ്ങൾ നേടിയ മാർക്ക്. ഓക്കെ, ഇതവിടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിസർവേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. മെയിൻ റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ വന്നാലേ കാര്യമുള്ളൂ. സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നാൽ ചില ജില്ലകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ചില റിസർവേഷൻ കാറ്റഗറിക്ക് മാത്രമേ അത് ഉപയോഗമുള്ളൂ.
സോ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ജില്ല താഴെ കമൻറ്റ് ചെയ്യാം, അതിനുള്ള ഉത്തരം നൽകുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഓരോ ജില്ലകളുടെ ആയിട്ട് നമ്മൾ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തി ഉടൻ തന്നെ ഇടുന്നതാണ്. നിങ്ങൾ നോക്കിക്കോ, അത് തന്നെയാണ് നിങ്ങൾക്ക് അന്തിമമായിട്ട് ലഭിക്കാൻ പോകുന്ന കട്ട് ഓഫ് എന്നുള്ളത്. ഓക്കെ, സോ നന്ദി, വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നുണ്ട്.